ഹലോ പ്രിയ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചാപ്റ്റർ 8 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് 7 ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോവുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത നമുക്ക് പഠിക്കാനായിട്ട് ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പ്രോട്ടോകോൾ എന്താണെന്നൊക്കെ ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്താണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ദെൻ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. Network protocols are a set of rules that are used for effective communication in a network. ഒരു നെറ്റ്വർക്കിനുള്ളിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുക. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഡാറ്റ വിത്ത് ഈച്ച് അതർ, ബാക്കി ഓരോ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിനകത്തുള്ള വേറെയുള്ള കമ്പ്യൂട്ടറുകളുമായിട്ട് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ നെറ്റ്വർക്ക്. Okay, some commonly used protocols are കോമൺ ആയിട്ട് നെറ്റ്വർക്കിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് TCP/IP. ഫസ്റ്റ് വൺ പറയുന്നത് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. TCP/IPയുടെ ഫുൾ ഫോമാണ്, ശരിക്കും പഠിക്കണം. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ദെൻ സെക്കൻഡ് വൺ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ തേർഡ് വൺ FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ ഫോർത്ത് വൺ DNS, ഡൊമെയിൻ നെയിം സിസ്റ്റം. അപ്പോൾ ഈ 4 പ്രോട്ടോകോൾസിൻ്റെ പേര്, അതിൻ്റെ ഷോർട്ട് ഫോമും ഫുൾ ഫോമും നന്നായിട്ട് അറിയാമായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസിനകത്ത് നമുക്ക് 4 ടൈപ്പ് പ്രോട്ടോകോൾസാണ് പഠിക്കാനുള്ളത്. TCP/IP, ദെൻ HTTP, FTP ആൻഡ് DNS. TCP/IPയുടെ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ദെൻ HTTPയുടെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ FTPയുടെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ DNSന്റെ ഡൊമെയിൻ നെയിം സിസ്റ്റം. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുക. ദെൻ അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അതെന്താണ് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കുക. ഓക്കെ, then TCP/IP defines the rules for how electronic devices like computers should be connected to the internet and how data should be transmitted between them. അപ്പോൾ TCP/IPക്കകത്ത് അതിനകത്ത് TCP/IP പ്രോട്ടോകോളിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള റൂൾസാണ്? ഹൗ ഇലക്ട്രോണിക് ഡിവൈസസ് ഷുഡ് ബി കണക്റ്റഡ്, എങ്ങനെയാണ് ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുക, ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യുക, ഏത് രീതിയിലാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഹൗ ഡാറ്റ ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ദം, എങ്ങനെയാണ് അത് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളാണ് TCP/IP റൂൾസിനകത്ത് അല്ലെങ്കിൽ TCP/IP പ്രോട്ടോകോളിനകത്ത് പറഞ്ഞു തരിക. ഹൗ ഇലക്ട്രോണിക് ഡിവൈസസ് ഷുഡ് ബി കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് and how data should be transmitted between them. Okay, when data is sent from one computer to another over internet, it is first broken into small packets by TCP and then sent. അപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് ആ ഡാറ്റ പാക്കറ്റ് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി TCP ബ്രോക്കൺ ചെയ്യും, അതായത് TCP ഡിവൈഡ് ചെയ്യും. ഒരു വലിയ പാക്കറ്റ് ഡാറ്റ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് സെൻഡ് ചെയ്യുമ്പം ആദ്യം ചെയ്യുന്നത് TCP/IP പ്രോട്ടോകോളിനകത്ത് TCP എന്ന് പറയുന്ന ആ പ്രോട്ടോകോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ആ പാർട്ട് എന്ത് ചെയ്യും, ആ വലിയ ഡാറ്റ പാക്കറ്റിനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കും. ദെൻ അതിന് സെൻഡ് ചെയ്യും. When these packets are received by the receiving computer, TCP checks packets for errors. Then TCP ചെയ്യുന്ന അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ചെറിയ പാക്കറ്റുകളാക്കി സെൻഡ് ചെയ്ത ആ പാക്കറ്റുകൾ റിസീവിങ് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൽ റിസീവ് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഇഫ് എറേഴ്സ് ആർ ഫൗണ്ട്, TCP റീട്രാൻസ്മിറ്റ് ദ പാക്കറ്റ്സ്. അപ്പോൾ എന്തെങ്കിലും എറർ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റീട്രാൻസ്മിറ്റ് ചെയ്യും, അതിൻ്റെ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യം അയച്ച ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നും കൂടി ആ പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും.
എൽസ് അതായത് എറേഴ്സ് ഒന്നുമില്ല എങ്കിൽ എന്ത് ചെയ്യും? എൽസ് പാക്കറ്റ്സ് ആർ അസംബിൾഡ് ഇൻ ടു ദ ഒറിജിനൽ മെസ്സേജ്. ആ വരുന്ന പാക്കറ്റുകളിൽ എററുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, മിസ്റ്റേക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒറിജിനൽ മെസ്സേജിലോട്ട്, അതായത് നമ്മൾ സെൻഡ് ചെയ്യാൻ നേരത്തെ അതിനെ ഡിഫറെൻറ്റ് പാക്കറ്റുകളായി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പീസസ് ആക്കി ബ്രോക്കൺ ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ആ ഡിവൈഡ് ചെയ്തിട്ടാണ് അത് സെൻഡ് ചെയ്യുന്നത്. അത് റിസീവിങ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പം അവിടെ എറേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ വീണ്ടും ആദ്യത്തെ ഫോമിലോട്ട്, അതായത് അതിൻ്റെ ഒറിജിനൽ ഫോമിലോട്ട് ആ മെസ്സേജിനെ തിരിച്ചാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? TCP ആണ്. അതായത് ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ അതിനെ ആദ്യം സ്മോൾ പാക്കറ്റ്സ് ആയിട്ട് ബ്രോക്കൺ ചെയ്യും, പിന്നെ അതിനെ സെൻഡ് ചെയ്യും. ദെൻ റിസീവിങ് എൻഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എൻഡിൽ ആ പാക്കറ്റ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എറേഴ്സ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. എറേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒറിജിനൽ ഫോമിലോട്ട് റീഷെഡ്യൂൾ ചെയ്യും അല്ലെങ്കിൽ അസംബിൾ ചെയ്യും. ഓക്കെ, ദെൻ ഇത്രയുമാണ് TCP ചെയ്യുക. ഇനി IP എന്താ ചെയ്യണമെന്ന് നോക്കാം. IP പ്രൊവൈഡ്സ് ദ ബേസിക് സർവീസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് പാക്കറ്റ്സ് ടു ദെയർ ഡെസ്റ്റിനേഷൻ. അതായത് പാക്കറ്റ്സ് ഡെസ്റ്റിനേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് IP ചെയ്യുക. That is, IP provide commands for finding correct computer on the internet. ഇൻ്റർനെറ്റിനകത്തുള്ള കറക്റ്റ് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുക, അതായത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു പാക്കറ്റ് എങ്ങോട്ടേക്കാണ്, ഏത് കമ്പ്യൂട്ടറിലായിട്ടാണോ സെൻഡ് ചെയ്തേക്കുന്നത്, ആ സെൻഡ് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് IP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ചെയ്യുക. അപ്പോൾ TCP IP പ്രോട്ടോക്കോളിൻ്റെ TCPയുടെ IPയുടെ ഓരോന്നിൻ്റെ റോള്, ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ആദ്യം നമ്മൾ പഠിച്ചത് TCP IP പ്രോട്ടോക്കോൾ. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. The protocols which is used to transfer hypertext document and data from one computer to another HTTP. അതായത് ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡാറ്റയിൽ നിന്ന് വേറൊരു HTTP കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുക. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് പേജുകളൊക്കെ അല്ലെങ്കിൽ വെബ് സെർവറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ സെർവറിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുക. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെബ് പേജുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ കണ്ടന്റ്, ആ ഡോക്യുമെന്റിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. This protocol is used to communicate between web server and web browser അല്ലെങ്കിൽ വെബ് ക്ലയൻറ്റ്. വെബ് ബ്രൗസറും വെബ് സെർവറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുക, HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുക, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ദെൻ തേർഡ് വൺ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. Okay, FTP is a type of protocol which is used to access files in the computer network. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള ഫയലുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് FTP അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുക. ദാറ്റ് ഈസ് FTP allows ട്രാൻസ്ഫറിങ് ഓഫ് ഫയൽസ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് FTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് ടു ഇന്റർകണക്ട് ആൻഡ് ലിങ്ക് ദ ഫയൽസ് ദാറ്റ് ആർ സ്കാറ്റേർഡ് ഓവർ എ ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. അതായത് FTP പ്രോട്ടോക്കോള് ഇന്റർകണക്ട് ചെയ്യും. അതായത് ഒരു ഫയല് ഇപ്പോൾ വലിയ ലാർജ് ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിലായിരിക്കില്ല സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലാണ് ഈ ഫയൽസ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചിതറിക്കിടക്കുവാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഇൻ്റർകണക്ഷൻ, അങ്ങനെ ഒരു ഇൻ്റർകണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള കമ്പ്യൂട്ടറിൽ നിന്ന്
അതൊന്ന് ഇൻ്റർകണക്ട് ചെയ്ത കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്ത ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് FTP യൂസ് ചെയ്യുക. ഇറ്റ് കണ്ടെയ്ൻസ് കമാൻഡ്സ് ഫോർ ആക്സസിങ് ഫയൽസ് ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫയൽസ് ആക്സസ് ചെയ്യാനുള്ള കമാൻഡ്സ് ആണ് FTP പ്രോട്ടോക്കോളിനകത്ത് ഉള്ളത്. ഓക്കെ, ദെൻ ഫയൽസ് ആർ ട്രാൻസ്ഫറിങ് ഓൺ ഇന്റർനെറ്റ് ബൈ യൂസിങ് FTP സോഫ്റ്റ്വെയർ ലൈക്ക് FileZilla, QtFTP എക്സെട്ര. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന FTP സോഫ്റ്റ്വെയർസ് ആണ് FileZilla, QtFTP ഇതൊക്കെ. ഇതിൻ്റെ FTP സോഫ്റ്റ്വെയർസിന് 2 എക്സാമ്പിളാണ്, അത് ശരിക്കും പഠിക്കണം, FileZillയും QtFTP. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. The protocol is used to find the IP address of the domain name. ഒരു ഡൊമൈൻ നെയിമിന് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് DNS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു IP അഡ്രസ്സ് കണ്ടുപിടിക്കുക. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ആ സെർവറിൻ്റെ നമ്പറല്ല അടിച്ചു കൊടുക്കുന്നത്. IP അഡ്രസ്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഓരോ ഡിവൈസിനും ഉള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞു. ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഏത് ഡിവൈസിനും ആ IP അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ്, നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഗൂഗിൾ എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് സേവ് ചെയ്ത് വെച്ചേക്കുന്ന സെർവറിൻ്റെ IP അഡ്രസ്സ് അല്ല നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെന്താ ടൈപ്പ് ചെയ്ത് കൊടുക്കുക? www.google.com എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു നെയിമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു നെയിമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ google.com എന്ന് പറയുന്ന ആ നെയിം ഒരു ഡൊമൈൻ നെയിമാണ്. അതായത് ആ ഡൊമൈൻ നെയിം വെച്ചിട്ട് അതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കും. അതായത് ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് സേവ് ചെയ്ത് വെച്ചേക്കുന്ന സെർവറിൻ്റെ IP അഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഈ ഡൊമൈൻ നെയിം വെച്ചിട്ട് നമ്മളല്ല ഈ ഡൊമൈൻ നെയിം സിസ്റ്റം നമുക്ക് കണ്ടുപിടിച്ച് തരും. അപ്പോൾ ആ ഓരോ ഡൊമൈൻ നെയിമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് DNS എന്ന് പറയുന്ന ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോട്ടോക്കോൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. TCP/IP, HTTP, FTP ആൻഡ് DNS. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രോട്ടോകോൾസ് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL. URLൻ്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, ദെൻ URLs are the names used by the web browsers and other type of users. അതായത് വെബ് ബ്രൗസറുകളും ബാക്കിയുള്ള യൂസേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു നെയിമാണ് URLs എന്ന് പറയുക. URLs helps the users to locate the resource web page on internet. ഇന്റർനെറ്റിനകത്തുള്ള ഒരു വെബ് പേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെയിമാണ് URL എന്ന് പറയുക. ഇന്റർനെറ്റിനകത്തുള്ള ഓരോ വെബ് പേജിനും യുണീക്ക് ആയിട്ടുള്ള ഒരു URL ഉണ്ട്. നമ്മൾ എത്ര വെബ് പേജുകളുണ്ടോ അത്രയും വെബ് പേജുകൾക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു URL ഇന്റർനെറ്റിനകത്തുണ്ട്. അതായത് ഒരു വെബ് പേജിൻ്റെ പേരായിരിക്കില്ല വേറൊരു വെബ് പേജിനുണ്ടാവുക. നമുക്കറിയാം ഇൻ്റർനെറ്റിനകത്ത് കോടാനുകോടിക്കണക്കിന് വെബ് പേജുകളുണ്ട്. അപ്പോൾ ആ ഓരോ വെബ് പേജിനും യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ പേര് വേറൊരു വെബ് പേജിന് ഇല്ലാത്ത രീതിയിൽ യുണീക്കായിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ URL എന്ന് പറയുക. എവരി വെബ് പേജ് ഓൺ ഇന്റർനെറ്റ് ഹാസ് എ യുണീക്ക് URL. ഇന്റർനെറ്റിനകത്തുള്ള ഓരോ വെബ് പേജിനും ഒരു യുണീക്ക് ആയിട്ടുള്ള URL ഉണ്ട്. URLs can be formed by using alphabets, numbers and other characters like /, etc. ഒരു URL എന്ന് പറയുന്നത് അതിനകത്ത് ആൽഫബറ്റ്സ് ഉണ്ടാവും, ABCD എന്നിട്ട് Z വരെയുള്ള ആൽഫബറ്റ്സ് ഉണ്ടാവാം, നമ്പേഴ്സ് ഉണ്ടാവാം, അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമുക്ക് / കൊടുക്കാം, ഡോട്ട് കൊടുക്കാം. ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു URL ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദ URL ഹാസ് 3 പാർട്സ്. ഒരു URL എന്ന് പറയുമ്പം അതിന് 3 പാർട്ടുകളുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആണിത്. ഒരു URLന് 3 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് പ്രോട്ടോകോൾ, ദെൻ സെക്കൻഡ് പാർട്ട് ഡൊമൈൻ നെയിം, ദെൻ തേർഡ് പാർട്ട് ഫയൽ നെയിം.
അങ്ങനെ 3 പാർട്ടാണ് ഒരു URLനുള്ളത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? പ്രോട്ടോക്കോള്, ഡൊമെയിൻ നെയിം, ഫയൽ നെയിം. ദെൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സ്കീമ എന്ന് പറയാം. ദെൻ ഡൊമെയിൻ നെയിം, ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ അഡ്രസ് എന്ന് പറയാം. ഡൊമെയിൻ നെയിം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡൊമെയിൻ നെയിം ഉണ്ട്. ദെൻ ടോപ്പ് ലെവൽ ഡൊമെയിൻ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ജനറിക് ഡൊമെയിൻ നെയിം ഉണ്ട്. ജിയോഗ്രഫിക്കൽ ടോപ്പ് ലെവൽ ഡൊമെയിൻ നെയിം ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡൊമെയിൻ നെയിംസ് ഉണ്ടാവും. ദെൻ അതേപോലെ ഒരു ഫയൽ നെയിമും ഉണ്ടാവും. ഇപ്പം 3 പാർട്ടാണ് ഒരു URLനുള്ളത്. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. http://www.dhsckerala.gov.in/results.html. നിങ്ങൾ ഇങ്ങനൊരു പേര് അല്ലെങ്കിൽ ഇങ്ങനൊരു URL നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ SSLCയുടെ ഒക്കെ റിസൾട്ട് ഇനി നിങ്ങൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്ന +1 അല്ലെങ്കിൽ +2 ഒക്കെ റിസൾട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് www.dhsckerala.gov.in/results.html എന്ന് പറയുന്ന ഒരു വെബ് പേജ്. അതിൻ്റെ ഒരു URL ആണിത്. ഇതിനകത്ത് http:// കൂടെ ഉണ്ട് ഈസ് ദ പ്രോട്ടോകോൾ. അപ്പോൾ ഇതിനകത്ത് http:// എന്ന് പറയുന്നതാണ് പ്രോട്ടോകോൾ എന്ന് പറയുക. ദെൻ www.dhsckerala.gov.in. അപ്പോൾ ഇത്രയും പാർട്ട് www.in വരെ ഇത്രയും പാർട്ടാണ് ഏത്? ഡൊമെയിൻ നെയിം എന്ന് പറയുക. ഓക്കെ. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് results.html എന്ന് പറയുന്ന ഈ പാർട്ട്. results.html ഈസ് ദ ഫയൽ നെയിം. അപ്പോൾ http: എന്ന് പറയുന്നത് പ്രോട്ടോകോള്, www.dhsckerala.gov.in എന്ന് പറയുന്ന ഡൊമെയിൻ നെയിം, results.in എന്ന് പറയുന്നത് ഫയൽ നെയിം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു URL നമുക്ക് പറയാം, അല്ലെങ്കിൽ URLന് 3 പാർട്ട് എന്ന് പറയുക. then അതിൽ ഫസ്റ്റ് വൺ പ്രോട്ടോകോൾ. The protocol enables the browser to know what protocol is used to access the information. ആ ഒരു പർട്ടിക്കുലർ ബ്രൗസർ ഏത് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുക. ഇവിടെ നമ്മൾ http: എന്ന് പറയുന്നത് HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഈ വെബ് പേജ് ഇവിടെ കണക്ഷനോ അല്ലെങ്കിൽ ആക്സസ് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു വെബ് പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ URL യൂസ് ചെയ്തിട്ട് ഈ ഒരു വെബ് പേജ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ HTTP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഏത് പ്രോട്ടോക്കോളാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് HTTP എന്ന് പറഞ്ഞ് ആദ്യം URLനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഡൊമെയിൻ നെയിം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് www.dhsckerala.gov.in എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡൊമെയിൻ നെയിം. ദെൻ ഡൊമെയിൻ നെയിം ഈസ് ദ നെയിം അസൈൻഡ് ടു കമ്പ്യൂട്ടർ വിച്ച് അവർ സൈറ്റ് ഈസ് സ്റ്റോർഡ്. അതായത് നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡൊമെയിൻ നെയിമാണ്, ആ ഒരു കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്തേക്കുന്ന നെയിമാണ് ഡൊമെയിൻ നെയിം എന്ന് പറയുക. ഡൊമെയിൻ നെയിം ഈസ് ദ നെയിം അസൈൻഡ് ടു എ കമ്പ്യൂട്ടർ വിച്ച് അവർ സൈറ്റ് ഈസ് സ്റ്റോർഡ്. നമ്മുടെ സൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ കമ്പ്യൂട്ടറിന് കൊടുത്തേക്കുന്ന അസൈൻ ചെയ്തേക്കുന്ന ഒരു നെയിമാണ് ഡൊമെയിൻ നെയിം. That is, the domain name is used to identify a particular web server by using the name rather than the IP address. നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു സെർവറിന് അല്ലെങ്കിൽ ഏത് വെബ് പേജോ വെബ്സൈറ്റോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിന് ഒരു IP അഡ്രസ്സ് ഉണ്ട്. ആ IP അഡ്രസ്സിന് പകരമാണ് അല്ലെങ്കിൽ അതിന് പകരമാണ് നമ്മളൊരു ഡൊമെയിൻ നെയിം യൂസ് ചെയ്യുക. ഇത്രയും നെയിമുകൾ അല്ലെങ്കിൽ നമ്പറുകൾ നമുക്ക് ഓർത്തിരിക്കുന്നതിനേക്കാളും നമ്മൾക്ക് എളുപ്പം ഒരു നെയിം മെമ്മറിയിലോ അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ഡൊമെയിൻ നെയിം യൂസ് ചെയ്യുക. അപ്പോൾ ആ ഡൊമെയിൻ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് അവിടെ ഡൊമെയിൻ നെയിം സിസ്റ്റം വഴി നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡൊമെയിൻ നെയിം യൂസ് ചെയ്യുക. അതായത് IP അഡ്രസ്സ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഡൊമെയിൻ നെയിം യൂസ് ചെയ്യുക. ദെൻ എ ഡൊമെയിൻ consist of 3 or more parts separated by a dot. ഒരു ഡൊമെയിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ലെവലിലുള്ള ഡൊമെയിൻസ് ഉണ്ട്. അത് നമ്മൾ ഡോട്ട് വെച്ചിട്ടാണ്
എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്തേക്കുക. ദെൻ ഡൊമൈൻ നെയിം ആദ്യം പറയും, ദെൻ ടോപ്പ് ലെവൽ ഡൊമൈൻ ഓർ ജനറിക് ഡൊമൈൻ നെയിം പറയും, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം പറയും. ഇങ്ങനെ 3 ടൈപ്പാണ് ഡൊമൈൻ നെയിമിനകത്ത് നമ്മൾ പറയുക. നമ്മൾ കണ്ടിട്ടുണ്ട് ചിലതിനകത്ത് നമ്മൾ www.google.com, അപ്പോൾ കോം എന്നാണ് നമ്മൾ .com എന്നുള്ളതാണ് ടോപ്പ് ലെവൽ ഡൊമൈനായിട്ട് നമ്മളവിടെ യൂസ് ചെയ്തേക്കുന്നത്. ദെൻ അതേപോലെ തന്നെ gov.in അല്ലെങ്കിൽ .in എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫറെൻറ്റ് ഡൊമൈൻ നെയിംസ് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ എക്സ്റ്റൻഷനോട് ഡിഫറെൻറ്റ് ഡൊമൈൻ നെയിംസ് പറയുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞേക്കുന്ന ഡൊമൈൻ നെയിം, ടോപ്പ് ലെവൽ ജനറിക് ഡൊമൈൻ നെയിം, ജിയോഗ്രഫിക്കൽ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം എന്നൊക്കെ പറഞ്ഞേക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഡൊമൈൻ നെയിം ഓഫ് ദ കമ്പ്യൂട്ടർ. ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ആ കമ്പ്യൂട്ടറിൻ്റെ നെയിമാണ്. അപ്പോൾ google.com എന്ന് പറയുന്നത് ഗൂഗിൾ എന്ന് പറയുന്നത് ആ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സിന് പകരം നമ്മൾ കൊടുത്തേക്കുന്ന ഡൊമൈൻ നെയിമാണ് ഗൂഗിൾ എന്ന് പറയുക. അതേപോലെ ടോപ്പ് ലെവൽ ഡൊമൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ടൈപ്പ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് യൂസ് ദ ഡൊമൈൻ. ആ ഏത് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ആ ഡൊമൈൻ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ടോപ്പ് ലെവൽ ഡൊമൈൻ പറയുക. ജനറൽ ഡൊമൈൻ നെയിംസ് ആർ .com, കൊമേഴ്സ്യൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് .com യൂസ് ചെയ്യുക. .edu എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട്. .gov ഗവൺമെൻറ് ഏജൻസീസിന് വേണ്ടിയിട്ട്. .mil മിലിറ്ററി ഇതിനൊക്കെ വേണ്ടിയിട്ട്. .net നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട്. .org ഓർഗനൈസേഷൻ ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് .org. അപ്പോൾ ഇങ്ങനെ കുറേ ടോപ്പ് ലെവൽ ഡൊമൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡൊമൈൻ നെയിം പറയുമ്പം അതിൻ്റെ കൂടെ ഈ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിംസ് ഏതെങ്കിലും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ജിയോഗ്രഫിക്കൽ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം. ഇവിടെ നമ്മൾ പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം, അതേപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം ഉണ്ട്. ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കൺട്രീനെ വെച്ചിട്ട് ഓരോ രാജ്യത്തിനും ഓരോ ഡൊമൈൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ് കൺട്രി കോഡാണിത് റെപ്രസെൻറ്റ് ചെയ്യുക. കൺട്രി സ്പെസിഫൈഡ് ഡൊമൈൻ നെയിംസ് ആർ .in ഇന്ത്യക്ക് വേണ്ടിയിട്ട്, .au ഓസ്ട്രേലിയ, .ca കാനഡ, .ch ചൈന, .jp ജപ്പാൻ, .us USA. അങ്ങനെ നമ്മൾ ഇത് കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെ ഡൊമൈൻ നെയിംസ് ഉണ്ട്, ജിയോഗ്രഫിക്കൽ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിംസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡൊമൈൻ നെയിമിനകത്ത് വരിക. എൻ്റെ ഡൊമൈൻ നെയിം ഉണ്ടാവും, ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം ഉണ്ടാവും, അതേപോലെ ജിയോഗ്രഫിക്കൽ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ DHSCയുടെ സൈറ്റ് നോക്കിക്കേ, www.dhsckerala.gov.in. അപ്പോൾ ഇൻ എന്നുള്ളത് ഇന്ത്യയിലുള്ളതാണ് എന്ന് പറയണേ. GOV എന്നുള്ളത് ഗവൺമെൻറ്, ഇന്ത്യയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡൊമൈൻ നെയിംസ് ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഡൊമൈൻ നെയിമിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ URLൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫയൽ നെയിമാണ്. ഫയൽ നെയിം സ്പെസിഫൈ ദ വെബ് പേജ് ടു ബി ഡിസ്പ്ലേഡ്. ആ ഏത് വെബ് പേജാണോ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ആ വെബ് പേജിൻ്റെ പേരാണ് ഫയൽ നെയിമായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു URLന് 3 പാർട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, പ്രോട്ടോക്കോള്, ഡൊമൈൻ നെയിം, ഫയൽ നെയിം. അപ്പോൾ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് results.html എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നതാണ് ആ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ പേര്. ആ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ നെയിമാണ് ഫയൽ നെയിമായിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് 3 പ്രോട്ടോകോള്, ഡൊമൈൻ നെയിം, URLൻ്റെ ഡിഫറെൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടോകോള്, ഡൊമൈൻ നെയിം, ദെൻ ഫയൽ നെയിം. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിച്ച് ശരിക്ക് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.